സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുതപ്പ് കച്ചവടക്കാരനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തുണി വ്യാപാരിയാണ്. നന്നാക്കി പറഞ്ഞാൽ ടെക്സ്റ്റൈൽസ് ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ടെക്സ്റ്റൈൽസ് ആണ്. മൂപ്പര വാപ്പാക്ക് ജ്വല്ലറിയാണ്. ജ്വല്ലറി എന്ന് പറയുമ്പോൾ നമ്മൾ അന്നത്തെ മാതിരി കാതത്തതും കൗത്തത്തതും അല്ല. സ്വർണത്തിൻ്റെ പടച്ചോന്, വെള്ളിൻ്റെ പടച്ചോന്, പഞ്ചലോഹങ്ങൾ ചേർത്ത പടച്ചോന്മാർ, ഇതായിരുന്നു വാപ്പാൻ്റെ കച്ചവടം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ അബൂ ഖുഹാഫ ഉസ്മാൻ എന്നാണ് പേര്. മക്കം ഫത്തഹിൻ്റെ സമയത്ത് മഹാനവറുകൾ ഇസ്ലാം സ്വീകരിച്ചു റളിയല്ലാഹു അൻഹു. മക്കം ഫത്തഹിൻ്റെ സമയത്ത് മക്ക ഇസ്ലാമിന് ഫത്ഹായപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വാപ്പാനെ തെരഞ്ഞുപോയി. ഒരുപാട് പ്രായമായിട്ടുണ്ട്, നീച്ചാനോ നടക്കാനൊന്നും വയ്യ, കണ്ണും കാണാനില്ല. വാപ്പാൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, വാപ്പ ഇത് അബൂബക്കറാണ് എന്ന് പറഞ്ഞു. അതിൽ വാപ്പ പറഞ്ഞു, മോനെ എനിക്കും എൻ്റെ മതത്തിലൊന്ന് കൂടണമെന്നുണ്ട്, അതിനിപ്പം നടക്കാനും വയ്യല്ല മോനെ, കണ്ണും കാണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ വാപ്പാനെടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പാനെടുത്തു. ഇലാ ഹദറത്തി ഹബീബിനാ റസൂലുള്ളാഹി, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ എൻ്റെ വാപ്പയാണ് ഈ വന്നത്, നിങ്ങൾ കലിമ ചൊല്ലിക്കൊടുക്കണം എന്ന് പറഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരയായി ഒഴുകി. മുസ്തഫായ നബി തങ്ങൾ ചോദിച്ചു, അല്ലയോ സിദ്ദീഖേ, നിങ്ങളെന്താ കരയണത്? ആ സമയത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുന്നാര നബിയേ, എൻ്റെ വാപ്പ മുസ്ലിമായ ഈ സ്ഥാനത്ത് നിങ്ങളുടെ മൂത്താപ്പ അബൂ ത്വാലിബായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അളാപ്പ അബൂ താലിബ് അളാപ്പയാണോ മൂത്താപ്പയാണോ എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആണ് ചെറിയ മകൻ എന്നാണ് ശരിയായ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ മൂത്താപ്പയാണ്. പിന്നെ അറബിയിൽ ഉപയോഗിച്ചാൽ അമ്മ എന്ന് ഉപയോഗിച്ചാൽ അത് അളാപ്പാക്കും മൂത്താപ്പാക്കും പറയും. അതുകൊണ്ട് അളാപ്പയാണ് മൂത്താപ്പയാണെന്ന് രണ്ടും പറയലുണ്ട്. എന്താവട്ടെ, അബ്ദുല്ലാൻ്റെ സഹോദരനാണ് റളിയല്ലാഹു അൻഹു. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചെല്ലൊക്കെ ചെയ്യാട്ടോ. മുപ്പര് നമ്മളിരുന്ന് പൈസ കടം വാങ്ങിക്കാണ്ട് മുങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. കഫ്തീരിയൊക്കെ പൈസ വാങ്ങിക്കാണ്ട് പിന്നെ തരാതെ നാട്ടിൽ പോയിക്കണോ? ഇല്ലല്ലോ. അബ്ദുള്ള നബി തങ്ങളുടെ വാപ്പ റളിയല്ലാഹു അൻഹു ചൊല്ലിക്കോളി, ധൈര്യം ഒരു കുഴപ്പമില്ല, ചെല്ലാം, ഒരു കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് അങ്ങനെ ഒരു ധാരണപ്പശക്ക് വന്നതാണ്, ചെല്ലാൻ പറ്റൂല. ആമിന ബി റളിയല്ലാഹു അൻഹ എന്ന് മാത്രമേ പറ്റുള്ളൂ എന്ന് നമുക്ക് തോന്നിയതാണ്. അങ്ങനെയൊന്നുമല്ല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ്. അപ്പോൾ പുണ്യ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എൻ്റെ വാപ്പ അബൂ ഖുഹാഫ മുസ്ലിമായ ഈ സ്ഥാനത്ത് നിങ്ങളുടെ മൂത്താപ്പയായിരുന്നു വന്നതെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടാണ് കരച്ചിൽ വന്നത്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അബൂബക്കറേ, നിന്റെ വാപ്പ ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാൾ എൻ്റെ മൂത്താപ്പ ഇസ്ലാമിലേക്ക് വരുന്നത് നിനക്ക് ഇഷ്ടപ്പെടാൻ കാരണമെന്തേ എന്ന് ചോദിച്ചോ. പറഞ്ഞു, അള്ളാന്റെ റസൂലേ, അതല്ലേ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാകുക എന്ന് ചോദിച്ചു. അതങ്ങനെ തന്നെയാണ് പറഞ്ഞു. അതന്നെയാണ് എനിക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവൻ. അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പാക്ക് വിഗ്രഹങ്ങളുടെ കച്ചവടമായിരുന്നു എന്ന് പറഞ്ഞതാണ്. അതായത് വളരെ ചെറിയ കാലമായിട്ടുള്ളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അവരിൽ തൗഹീദ് പറഞ്ഞിട്ട് എന്തോ ഒരു മടിയാവൽക്ക് വരാൻ. അവസാനം ജന്മനാട് ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോകേണ്ടി വന്നു. അനുചരന്മാർ ഹബസീനിയയിലേക്ക് പോയി, മുത്തുനബി ത്വായിഫിലേക്ക് പോയി. എവിടെയും നിൽക്കാൻ കഴിയാതെ അവസാനം മദീനയിലേക്ക് മടങ്ങി വരില്ല എന്ന തീരുമാനത്തോടുകൂടെ യാത്ര ചെയ്തതാണ് ഹിജ്റ എന്ന് പറയുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന് വന്നു. അന്ന് അബൂ ഖുഹാഫ ഇസ്ലാം മതം സ്വീകരിക്കലുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശൈത്താനിയായ വിഷയത്തിൻ്റെ രസം വേഗം പരക്കും.
ഇലാഹിയായ വിഷയത്തിൻ്റെ രസം സാവകാശാണ്. അത് വലിയൊരു തൗഫീഖാണ്. ഇലാഹിയായ വിഷയത്തിൻ്റെ രസം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു തൗഫീഖാണ്. അത് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു തൗഫീഖ് ഉണ്ടാവും. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആൾക്കാരുണ്ട്. അതിൽ 4 ആള് 4 ഖലീഫമാരാണ്. 4 ആള് 4 ഖലീഫമാർ കഴിച്ചാൽ ബാക്കി 6 ആളും ഇസ്ലാമിലേക്ക് വരുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേനയാണ്. അതാണ് തൗഫീഖ് പറഞ്ഞത്. 10 ആൾക്കാർക്കാണ് സ്വർഗം ഉണ്ടെന്ന് പുന്നാര നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ 4 ആൾക്കാർ 4 ഖലീഫമാരാണ്. അതിലൊന്ന് അബൂബക്കർ സിദ്ദീഖാണ്. ബാക്കി 3 ആളുള്ളത് റളിയല്ലാഹു അൻഹു. ബാക്കി 6 ആൾക്കാരുണ്ട്. വബിത്വൽഹത്തിൻ സുമ്മ സുബൈരി വസഅദിഹിം വസഈദിഹിം ദിൽ മജ്ദി വല്ലാലായി വബിബിനി ഔഫിൻ മൻ സമാ ഫലകൽ ഉലാ വഅബി ഉബൈദത സയ്യിദിൽ ഉമനായി ഉംനുൻ അലയ്യ ബിതൗബത്തിൻ മഖ്ബൂലത്തിൻ തംഹു ബിഹാ അന്നി അളീമ ഖതായി റിളവാനു റബ്ബി ദായിമൻ യഗ്ശാഹുമു മാനാത്തിൽ വർഖാഉ ബിൽ ബത്ഹായി. അതാണ് 6 ആൾക്കാർ. ഈ 6 ആൾക്കാരും ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാമിലേക്ക് വന്നവരാണ്. അതാണ് തൗഫീഖ് പറഞ്ഞത്. അത് തൗഫീഖാണ്. അപ്പൊ ഹിദായത്ത് വലിയൊരു തൗഫീഖാണ്. അതേ സമയത്ത് ശൈത്വാനിയത്ത് വേഗം പിടികൂടും. അതുകൊണ്ട് നമ്മുടെ മക്കളെ നല്ലോണം നോക്കണം എന്ന് പറയാനാണ് ഞാൻ ഈ പറയണത്. എവിടുന്നും കൂടാം, ഏത് സ്ഥലത്തുനിന്നും ചെയ്ത്താൻ കൂടാം. മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ശൈത്വാനിയത്താകുന്നു. എങ്ങനെ നോക്കുക? ലക്ഷണങ്ങളെ നോക്കുകയാണ് വേണ്ടത്. എല്ലാവരും നോക്കണം. അവനവൻ്റെ കുട്ടികളെ, ആൺകുട്ടികളെ പ്രത്യേകിച്ച് നോക്കണം, പെൺകുട്ടികളെയും നോക്കണം. ആൺകുട്ടികളെയാണ് നല്ലോണം നോക്കേണ്ടത്. കാരണം പെൺകുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടാലും അതിൽ നിന്ന് മാറാൻ ഒരുപാട് സാധ്യതകളുണ്ട്. എന്നാൽ ആൺകുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടാൽ മാറാൻ സാധ്യത കുറവാണ്. അതേസമയത്ത് പെൺകുട്ടികൾ പ്രണയത്തിൽ പെട്ടാൽ മാറാൻ സാധ്യത കുറയും. ആൺകുട്ടികൾ പ്രേമിക്കൽ മുതലാക്കാൻ വേണ്ടിയിട്ടാണ്. മുതലാവൂലാന്ന് തോന്നിയാൽ ഒലയുവാവും. അങ്ങനെയാണ്. അതുകൊണ്ട് ആൺകുട്ടികളെയാണ് ലഹരി ഉപയോഗത്തിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. ഒഴിവാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. എങ്ങനെ നോക്കുക? ലക്ഷണങ്ങൾ നോക്കണം. ആരാ നോക്കേണ്ടത്? ഉമ്മയാണ് നോക്കേണ്ടത്. ലക്ഷണമാണ് നോക്കേണ്ടത്. ആരാ നോക്കേണ്ടത്? ഉമ്മ നോക്കണം. എന്താ ലക്ഷണം? ലക്ഷണം എന്ന് പറഞ്ഞാലേ പറഞ്ഞാൽ തീരൂല. ഓരോന്നിനും ഓരോ ലക്ഷണമാണ്. എല്ലാത്തിനും ഒരേ ലക്ഷണമല്ല. പണ്ടത്തെ ലക്ഷണമൊന്നും ഇപ്പം ഇല്ല. പണ്ടൊക്കെ കള്ളുടിച്ചാൽ ആടും. മനുഷ്യങ്ങനെ WWW എന്ന് എഴുതിയിട്ട് ഇങ്ങനെ വരിക. ഇപ്പം ആടൂല. ആട്ടം നിർത്തി. ആട്ടല്ല. പണ്ടൊക്കെ കള്ളുടിച്ചാൽ കണ്ണിന് ചുവപ്പ് കളർ ഉണ്ടായിരുന്നു. ഇപ്പം അതുണ്ടാവില്ല. ഇപ്പം അതിൻ്റെ ഒപ്പം തന്നെ കണ്ണിലൊറ്റിക്കാനുള്ള മരുന്ന് വേറെ കിട്ടും. നമ്മൾ നേരത്തെ മണ്ണെണ്ണയിൽ ഒറ്റിക്കാനുള്ള മരുന്നിൻ്റെ മാതിരിയാണ്. അടയാളം കണ്ണിന് ചുവപ്പ് ഉണ്ടാവില്ല. മുമ്പൊക്കെ മദ്യപിച്ചാൽ, ലഹരി ഉപയോഗിച്ചാൽ അടുത്തേക്ക് വരുമ്പോൾ ഒരു വാസന ഉണ്ടാവും. ഇപ്പം വാസന ഇല്ല. അതിന് പകരം ഊതിൻ്റെ വാസനയൊക്കെയുള്ള പാക്ക് കിട്ടും. ലഹരി ഉപയോഗിച്ചാണ്ട് അതാണ് തൊള്ളേക്ക് ഇട്ടാണ്ട് വന്നാൽ ഇപ്പം അബുദാബിന്ന് ഫ്ലൈറ്റ് ഇറങ്ങിക്കാണ്ട് വരികയെന്ന് തോന്നുള്ളൂ. ആ മാതിരി ഊതിൻ്റെ വാസനക്കാരം. അപ്പം അതുകൊണ്ട് ആ അടയാളം ഇല്ല. നമ്മൾ മനസ്സിലാക്കി വെച്ച ഒരു അടയാളവും നിലവിലില്ല. പുതിയ അടയാളം പിടിക്കണം. ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു അടയാളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഈ 2022 ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. 23 അടയാളം ഇനി മാറും. അതുകൊണ്ട് പുതിയ അടയാളങ്ങളെ ശ്രദ്ധിക്കണം. എന്താ അടയാളം എന്നറിയങ്ങൾ? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നിലവിലുള്ള സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലഹരി ഉപയോഗത്തിൻ്റെ അടയാളമാണ്. നിലവിലുള്ള എന്ത് സ്വഭാവമാണെങ്കിലും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നല്ലോണം വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയായിരുന്നു, അപ്പോൾ തീരെ മുണ്ടണനില്ല. അല്ലെങ്കിൽ വല്ലാതൊന്നും മുണ്ടാത്ത ആളായിരുന്നു, ഇപ്പോൾ പഞ്ചായത്ത് റേഡിയോ തുറന്നച്ച മാതിരി കൂട്ടണനല്ല തൊള്ള. ഇതാണ് നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ എതിര്.